ഞാൻ എൻ്റെ പള്ളിയിൽ പറഞ്ഞു, ശീർഷാസനത്തിൽ ചിലപ്പോൾ ഞങ്ങൾ ഇന്ന് കുർബാന ചൊല്ലും. ഞങ്ങൾ തീരുമാനിക്കുന്നത് മെത്രാൻ തോക്ക് ചൂണ്ടി ലാത്തി കാണിച്ച് ചൊല്ലണമെന്ന് പറഞ്ഞാൽ ചൊല്ലാൻ സൗകര്യമില്ല എന്ന് ഞങ്ങൾ പറയും. സൗകര്യമില്ല എന്ന് പറയും. ഞങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത്, ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് ഞങ്ങൾ വിചാരിക്കുന്ന കുർബാന ചൊല്ലും. ഇത് ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണത്. കാനൻ ലോ തരുന്ന റൈറ്റ് അല്ല. കാനൻ ലോ പ്രകാരം ഈ മെത്രാന്റെ തറവാട്ട് കാര്യം മാത്രമാണ് സഭ എന്ന് പറയുന്നത്. ഞാൻ അഡ്വക്കേറ്റ് മത്തായി വർക്കി മുതിരേന്തി. 3-3.5 കൊല്ലമായി എറണാകുളം അങ്കമാലി അതിരൂപതയെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിപത്തിനെ നേരിടാൻ കേരള കത്തോലിക്ക സഭയിലെ, ഭാരത സഭയിലെ എന്ന് പറഞ്ഞാൽ സീറോ മലബാർ സഭയിലെ ഒരു മെത്രാനും സാധിക്കില്ലെങ്കിൽ ഈ സഭാ സംവിധാനം വിശ്വാസികൾക്കുള്ളതല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ ഉദരപൂരണത്തിനുള്ള ഒരു സംവിധാനമാണ് എന്ന് സംസാരിക്കണം. ഉദാഹരണം, ഏകീകൃത കുർബാന അനുഷ്ഠിക്കുന്ന 9 പള്ളികളിൽ ഇപ്പോൾ ഈ സമവായ മാർഗരേഖ വെച്ച് ഗുസ്തി നടക്കുകയാണ്. അതിന് ഈ ഇവിടുത്തെ കൂരിയാജ് എന്ന് ആവശ്യപ്പെടുന്നത് ഒരു ജനാഭിമുഖ കുർബാന, എല്ലാ ഏകീകൃത കുർബാന നടക്കുന്ന പള്ളിയിൽ ഒരു ജനാഭിമുഖ കുർബാന ചൊല്ലിയിരിക്കണമെന്നാണ്. ഏകീകൃത കുർബാന നടപ്പാക്കാനുള്ള മാർഗരേഖയല്ല ഇത്. ജനാഭിമുഖ കുർബാന വേണ്ട 9 പള്ളികളിൽ, ബാക്കി എല്ലായിടത്തും ജനാഭിമുഖം ഓർത്തോണം. 9 പള്ളി, 8 പള്ളി, 8-9 പള്ളികളിൽ മാത്രമേ ഏകീകൃത കുർബാന നടക്കുന്നുള്ളൂ. അവിടെ പോലും അലമ്പുണ്ടാക്കി ഒരു ജനാഭിമുഖ കുർബാന നടത്തി അവരെ സംരക്ഷിക്കുക എന്നുള്ള പാമ്പളാനിയുടെയും തട്ടിലിൻ്റെയും അജണ്ടയാണ് ഇപ്പോൾ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. വളരെ നല്ല കാര്യം, ഇവരത് നടപ്പാക്കട്ടെ. ഈ സഭയിൽ ഉണ്ടായത് കൊണ്ടല്ല ഈ അബദ്ധം പറ്റിയത്. 3-3.5 കാലം ഈ മെത്രാന്മാരെ നമ്മൾ കണ്ടുപിടിച്ച് നോക്കി നടന്നു. ദൈവത്തെ എനിക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യമുണ്ട ആളല്ല. ഏത് കുർബാനക്രമത്തിനോടും പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടായതല്ല. ഇവന്മാർ നിയമപരമായിട്ട് പറഞ്ഞു, ഇതാണ് സഭയുടെ നിയമം, ഇതാണ് സഭയിലെ കുർബാന എന്ന് പറഞ്ഞുകൊണ്ട് അത് വേണമെന്ന് പറഞ്ഞുള്ളൂ. 3.5 കൊല്ലം കഴിഞ്ഞു. ലക്ഷക്കണക്കിന് രൂപയും ആയിരക്കണക്കിന് മണിക്കൂറുകളും 4 മണിക്ക് എഴുന്നേറ്റ് യുവമാരെയൊക്കെ കാണാൻ പോയ കഷ്ടപ്പാടുകളും. ഇതൊക്കെ ആരോട് പറയും? ആര് സഹിക്കും? ഇതിനൊരു മറുപടി എവിടെയാണ്? ഇതെന്ത് സഭയാണ്? ഇതെന്തൊരു സഭാ നേതൃത്വമാണ്? പിന്നെ വത്തിക്കാൻ വരുന്നു, വത്തിക്കാൻ എന്തെങ്കിലും ചെയ്യുന്നു. വത്തിക്കാനും നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. സാധാരണ വിശ്വാസിക്ക് മെത്രാന്മാരുമായിട്ട് പോലും ബന്ധമില്ല. മെത്രാന്മാരെ കണ്ട വിശ്വാസികൾ 10-100-1000 പേരെ കാണുള്ളൂ ഈ രാജ്യത്ത്. ഞാനൊക്കെ 70 വയസ്സ് വരെ ഒരു മെത്രാനെയും കാണേണ്ട വന്നിട്ടില്ല എനിക്ക് ഒരാവശ്യത്തിനും. ഈ പ്രശ്നം വന്നതുകൊണ്ടാണ് മെത്രാന്മാരുടെ കാല് പിടിക്കാൻ പോകുന്നത്. അവന്മാരുടെ സെക്രട്ടറിമാരാണെങ്കിൽ അതിനേക്കാൾ വലിയ പന്നിക്ക് ലാടം കെട്ടിയവന്മാർ. ആരോടാ പറയുന്നത്? പണ്ടൊരു പോലീസുകാരനെ കുമളിയിലേക്ക് കൈക്കൂലി മേടിച്ചതിന് പിരിച്ചു വിട്ടു. അവനങ്ങനെ കൈക്കൂലി മേടിക്കാനൊരു മാർഗമില്ലാതെ കുമളിയിൽ, ഇപ്പം ഇന്നത്തല്ല, തിരുവിതാംകൂറിൻ്റെ കാലത്താണ്, ഒരു നിർവാഹമില്ലാതെ 4 പന്നിയെ അടിച്ചുകൊണ്ട് ഒരുത്തം വന്നതിൽ തടഞ്ഞു നിർത്തി. പന്നിക്ക് ലാടം അടിച്ചിട്ടുണ്ടോടാന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. പന്നിക്ക് ലാടം അടിക്കാത്തതിന് കൈക്കൂലി മേടിച്ച ഒരു കഥയുണ്ട്. അതുപോലത്തെ മെത്രാന്മാരായത്. ഇതിൽ ഭേദം പന്നിക്ക് ലാടം അടിപ്പിക്കുക.